ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ അലീനയുമായിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറി വരികയാണ് മനുശങ്കർ. അങ്ങനെ മനു കയറി വന്നു. ആദ്യം തന്നെ നമ്മുടെ മുത്തശ്ശീനെ ഒന്ന് പേടിപ്പിച്ചു കേട്ടോ. എന്താ പറ്റിയത്? ഞാനൊരു പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ടു തന്നിട്ട് അതിനെ പറഞ്ഞു വിട്ടല്ലേ, അതിനെ എല്ലാവരും കൂടെ ഇല്ലാതാക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാ മോനെ, ഞാനിവിടെ പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കുകയില്ല, പാവം പെങ്കൊച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അലീന കയറി വന്നതും അലീനെ കണ്ടതും ഒരൊറ്റ ഞെട്ടായിരുന്നു നമ്മുടെ മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി അലീനെ പിടിച്ചവിടെ അടുത്ത് ഇരുത്തിയിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. മോളെ, ഇതെന്താ സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മനു പറയാണ്, ഇത് സ്വപ്നമൊന്നും അല്ല, ഇത് സത്യം തന്നെയാണ്. അതെ, കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവളങ്ങ് പോയേനെ, ഞാൻ താമസിച്ചിരുന്നെങ്കിലേ. ഞാൻ കറക്റ്റ് സമയത്ത് വന്നത് കൊണ്ട് ഇവളെ കിട്ടി, ഇല്ലായിരുന്നേ ഇപ്പൊ ഇവൾ ഇവിടുന്ന് മുങ്ങിയേനെന്ന് പറഞ്ഞപ്പോ മുങ്ങാനോ, പാവം കൊച്ച്, ആ കൊച്ചിന് നീ ഒന്നും പറയല്ല. ഉണ്ടല്ലോ എൻ്റെ ഒരു മോളിവിടെ, അവള് കാരണം, അവൾ ഒറ്റ ഒരുത്തി കാരണം. പിന്നെ നിന്റെ അനിയനുണ്ടല്ലോ, അവനത്രയ്ക്ക് വൃത്തിയും എടുപ്പുള്ള ആളൊന്നും അല്ല, അതെനിക്ക് മനസ്സിലായി അമ്മേ. അല്ലെങ്കിലും എൻ്റെ അമ്മയെന്നല്ല മുത്തശ്ശി, അല്ലെങ്കിലും എൻ്റെ അനിയനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടല്ലോ. അല്ല മോളെ, എങ്ങനെയാ ഇവിടെ പിടിച്ചു നിർത്തിയത് നീ? അത് വേറൊന്നും അല്ല, അവനില്ലേ ഹരി, എൻ്റെ അനിയൻ, അവനിട്ട് 2 പേടെ അങ്ങ് വെച്ചു കൊടുത്തപ്പം തത്ത പറയുന്ന പോലെ സത്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അവനെ കൊണ്ട് ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഇവിടെ വന്നു സത്യങ്ങളൊക്കെ ബാലേന്ദ്രൻ അങ്കിളിനോടും വൈജയന്തി ആന്റിയോടും പറഞ്ഞു. ആന്റി അങ്കിളും അത് കേട്ടു. ഏതായാലും അങ്കിൾ അത് കേൾക്കാൻ കൂട്ടാക്കി ഇവളോട് ക്ഷമിച്ചു. ഇപ്പോഴും വൈജയന്തി ആന്റിക്ക് പിന്നെ പിടിച്ച മുയലിന് ഇത്ര കൊമ്പാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിൽ സത്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് അത്രയ്ക്ക് ബോധിച്ചിട്ടില്ല. പുള്ളിക്കാരി ഇറങ്ങി ദേഷ്യം വന്ന് പോവുക ചെയ്തത്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീനോട് പറഞ്ഞു, അല്ലെങ്കിലും സത്യം വിജയിക്കുക തന്നെ ചെയ്യും മോളെ, സത്യമുള്ളവർ ഒരിക്കലും തോക്കില്ല. മാത്രമല്ല, നീ ഈ കുടുംബത്തിൽ കഴിയേണ്ടവളാ, നീ ഈ വീട്ടിൽ തന്നെയാ കഴിയേണ്ടത്. നീ വന്നതിൽ പിന്നെ എനിക്ക് ആശ്വാസം. എൻ്റെ പൊന്നു മനുമോനെ, നിനക്ക് പുണ്യം കിട്ടും, പുണ്യം, കോടാനുകോടി പുണ്യം. കാരണം നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഞാൻ ഓർക്കുക, ഞാൻ ഇവിടെ കിടന്ന് നരകിച്ചേനെ. ആരെങ്കിലും എന്നെ നോക്കാൻ വരും, വേണോ വേണ്ടയോ എന്നൊക്കെ വെച്ചാ നോക്കുന്നത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടി, ആശ്വാസമായി. ഇനി വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നീ അടുത്ത് മതി മരുന്നോ മന്ത്രമോ വൈദ്യമോ ഒന്നും വേണ്ട. ഇവളുടെ ഒരു സ്നേഹത്തോടുള്ളൊരു സ്പർശനം, ഒരു വാക്ക്, അത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ അലീനെ കുറിച്ച് പറയാണ്. ഏതായാലും അലീന ഈ ഒരു സമയത്ത് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അലീനയോട് മനുശങ്കർ ചോദിച്ചു, എന്തു പറ്റി, വിഷമമുണ്ടോ, അതോ വിഷമമൊക്കെ തീർന്നോ? വിഷമമുണ്ടോ എന്ന് ചോദിച്ചാല് വിഷമമുണ്ട്, സാരമില്ല, സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ. അല്ല, നിന്റെ കയ്യിലിരിപ്പ് മഹാമോശം തന്നെയാണ്, ഹരിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന് മനുശങ്കർ പറഞ്ഞപ്പോ പെട്ടെന്ന് അലീനെ പേടിച്ചു പോയിട്ടോ. എന്നിട്ട് അലീനോട് പറഞ്ഞു, അതെ വേറൊന്നുമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ നമ്പർ തന്നിട്ടില്ലേ, ഒന്ന് വിളിക്കത്തില്ലേ, ഒന്ന് വിളിച്ചു പറയത്തില്ലേ? അപ്പൊ പിന്നെ ഇതല്ല, ഇതിനപ്പുറം അനുഭവിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവരോട് അങ്ങോട്ടേക്കും അതേ രീതിയിൽ തന്നെ പെരുമാറണം. അത് വേറൊന്നുമല്ല, ഇങ്ങോട്ടേക്ക് അവൻ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ആ സ്പോട്ടില് എല്ലാവരോടും പറയണമായിരുന്നു, അറിയിക്കണമായിരുന്നു. എന്തിനാ നീ മൂടി വെച്ചത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ അലീനയ്ക്ക് ഒന്നും മിണ്ടാനില്ല. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, വേണ്ടടാ, പോട്ടടാ, അവളെ ഇനി കുറ്റപ്പെടുത്തരുതേ, പാവം, ആ കൊച്ചു ഒരുപാട് സങ്കടപ്പെട്ടു. ചെയ്യാത്ത തെറ്റിനാണല്ലോ കുറ്റം അനുഭവിക്കേണ്ടി വരുന്നത്. അതേന്നേ, ചെയ്യാത്ത തെറ്റിന് തന്നെയാണല്ലോ ഇവള് കുറ്റം അനുഭവിക്കാൻ പോയത്. മാത്രമല്ല, ഇവക്ക് 2 പെടയുടെ കുറവുണ്ട്. ഇവളാ ക്യാഷ് എടുത്തത് പോലും, എന്നിട്ട് ശമ്പളം കിട്ടിയ പൈസയ്ക്ക് അതിന് ആ ക്യാഷ് തിരിച്ചു കൊടുത്തേക്കുന്നു. എന്തിനാ അലീന നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് പിന്നെ എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തപ്പം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല, അതാ ഞാന് ആ പൈസ. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? പൈസ തിരിച്ചു കൊടുക്കരുതായിരുന്നു. ഇനി പോട്ടെ, സാരമില്ല. എനിക്ക് ഒരു സ്ട്രോങ് ആയിട്ടൊരു ചായ എടുത്തുകൊണ്ട് വരുമോ? ചായ കുടിക്കാൻ തോന്നുമോ? അത് നിന്റെ കൈ കൊണ്ട് തന്നെ, എന്നും ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചായ ഇല്ലേ, ആ ചായ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന ചായ എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ചായ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അലീന പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ചായ മാത്രം മതിയോ? കാപ്പിയും കൂടെ എടുക്കട്ടെ കഴിക്കാനായിട്ട്? എന്താ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തോന്നേ, കുഴപ്പമില്ലെന്നേ എന്ന് പറഞ്ഞു. അതിൽ ഈ സമയം നമ്മുടെ ബാലേന്ദ്രനും കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ബാലേന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ മനുവും കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീന അവിടെ ഒരു പ്ലേറ്റ് ആയിട്ട് നിന്നിങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, അല്ല എന്താ താനീ കാണിക്കുന്നത്? അവിടെ നിന്ന് കഴിക്കുന്നോ? ഇത് ഭക്ഷണത്തിനോട് ചെയ്യുന്നൊരു ചതിയാണ് കേട്ടോ, നീതികേടാണ് കേട്ടോ. ഇങ്ങനെ നിന്ന് കഴിക്കാൻ പാടില്ല, ഒന്ന് ഇരുന്ന് കഴിക്കേ, ഈ ടേബിളിലേക്ക് ഇരുന്നേ. അയ്യോ, അത് പിന്നെ
ഞാൻ ഈ ടേബിളിൽ അതെന്താ തനിക്ക് ഈ ടേബിളിൽ ഇരിക്കാൻ പറ്റില്ലേ? ടേബിളിൽ ഇരിക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷെ കസേരയിൽ ഇരിക്കാൻ പറ്റൂലോ. കസേര വലിച്ചു നീക്കി ഈ ടേബിളിൽ വെച്ച് കഴിച്ച അലീന എന്ന് പറയുമ്പം അലീന അത് ചെയ്യാൻ കൂട്ടാക്കില്ല. അപ്പോഴാണ് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞത്, മോളെ മനു പറയുന്നത് കേട്ടില്ലേ, നീ വന്ന് കയറി അവിടെ ഇരുന്നേ എന്നിട്ട് കഴിച്ചേ. ഏതായാലും ബാലേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന അത് കഴിക്കാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മനു ചോദിക്കുകയാണ്, ആഹാ അത് കൊള്ളാലോ, ഞാൻ പറഞ്ഞപ്പോ കഴിച്ചില്ല. പറയേണ്ട ആള് പറഞ്ഞപ്പോ കഴിച്ചു. അപ്പൊ മോളീന്ന് ഓർഡർ കിട്ടാഞ്ഞിട്ടാണല്ലേ? അല്ല അത് പിന്നെ കഴിക്കുക എന്നും പറഞ്ഞ് ആ ഇഡലിയുടെ കൂടെ ചമ്മന്തിയും സാമ്പാറൊക്കെ നമ്മുടെ മനു ഒഴിച്ചു കൊടുക്കുമ്പോൾ അലീനയുടെ കണ്ണ് അറിയാതെ തന്നെ ഒന്ന് നനയുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നും അല്ലല്ലോ, നമ്മുടെ അലീന ഇങ്ങനെയൊന്നും സ്നേഹമൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, ഇങ്ങനെ സ്നേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്തത് വൈജയന്തിയുടെ സ്വഭാവമാണ്. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിനെയാണ്. അപ്പം വൈജയന്തി നേരെ കമലയെ വിളിക്കുകയാണ്. അങ്ങനെ കമലയെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങൾ പകുതിയോളം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് പറയുന്നില്ല. ഇങ്ങനെയാണ് സംഭവം, ഹരി അവിടെ വന്നിട്ടുണ്ടോ? ഹരി ഇവിടെ വന്നു, ആ ചെറുക്കനെ നിന്റെ മകനില്ലേ, മൂത്ത മകൻ മനു, അവൻ പിണക്ക് വിടുക ചെയ്തത്, അവൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ. ആണുങ്ങളായിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യില്ലേ? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല വൈജയന്തി എന്ന് ചോദിക്കുകയാണ്. എടത്തി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ മനു വരുമ്പോ ചോദിക്കുക, അപ്പൊ നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും. അവിടെ ഒരുത്തി ഉണ്ടല്ലോ, തൊലി വെളുപ്പുള്ള ഒരുത്തി, അവള് കാരണം ഇനിയിപ്പൊ നാണം കെടാൻ ഒന്നുമില്ല. എവിടെയെങ്കിലും അവള് പിഴച്ച് നടന്നവളായിരിക്കും, അതായിരിക്കും. പിന്നെ നിന്റെ മോനെ ഒന്ന് നീ സൂക്ഷിച്ചോട്ടെയോ, മനുവിനെ. അവള് വല വീശിയിട്ടുണ്ട് അവന്റെ നേർക്ക്, അവൻ വീണിട്ടുമുണ്ട്. അവൻ അതുകൊണ്ടാണല്ലോ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ കമലയുടെ ചങ്ക് പടപടായി ഇരിക്കുകയാണ് കേട്ടോ. എന്താ സംഭവം ഒന്നും അറിയില്ല. അവനിങ്ങ് വരട്ടെ, അവനല്ലെങ്കിലും കുറച്ച് സൂക്കേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കമല അവിടെ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ മനുശങ്കർ കയറി വരികയാണ്. അവിടെ നമ്മുടെ അലീനയോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി എന്തുണ്ടെങ്കിലും വിളിക്കണം, പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല നമ്മുടെ ബാലേന്ദ്രനും ക്ലാസ് എടുത്തിട്ടുണ്ട്. ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം, നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നൊരു പെണ്ണാണ്, അതുകൊണ്ട് തന്നെ അവൾക്കൊരു കുറവും ഉണ്ടാകാതെ നമ്മളാണ് നോക്കേണ്ടത്, ഞാനാണ് അവളുടെ ഗാർഡിയൻ, അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ളതാണ്. ദേവി ചെയ്ത് വൈജയാന്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയാന്തിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ബാലേന്ദ്രൻ അങ്കിളാണെന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ ഒന്ന് ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് ബാലേന്ദ്രനെ അലീനയെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത് കേട്ടോ പുള്ളിക്കാരൻ. ഏതായാലും കമലയുടെ അടുത്ത് വന്നു. കമലയുടെ അടുത്ത് ഇങ്ങനെ വന്നു, വീട്ടിനകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും തന്നെ കമല ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നടാ എന്ന് ചോദിച്ചു. പറഞ്ഞു, അത് പിന്നെ ഞാൻ ആന്റിയുടെ അടുത്ത് പോയതായിരുന്നു. അല്ല നിന്റെ കൂടെ ഹരി ഉണ്ടായിരുന്നല്ലോ, അവനെന്തിയെ? അവനെ കണ്ടില്ല, അവൻ ഇവിടെ ഇതുവരെ വന്നില്ലേ? അവനെ വിളിച്ചു നോക്കിയില്ലേ? അവനെ വിളിച്ചപ്പോ അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. നീ അവനെ എന്തൊക്കെയോ ചെയ്തെന്ന് പറയുന്നത് കേട്ടു. ചെയ്തെന്ന് പറയുന്ന കേട്ടു, ചെയ്തില്ലെങ്കിലേ ഉള്ളു അതിശയം. അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അമ്മയ്ക്ക് അറിയാമോ? അവനെ കാണിച്ചു കൂട്ടിയൊന്നും അങ്ങനെ പുറത്തു പറയാൻ കൊള്ളില്ല. അലീനയെ രാത്രി വിളിച്ചു വരുത്തുകയും അവൾക്ക് എന്തൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തെന്നാ പറയുന്നത്. നാണക്കേടായി തീർന്നു. എല്ലാവരുടെയും മുമ്പിൽ തൊലി ഉരിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? ഓർക്കുമ്പോ തന്നെ എന്തോ പോലെ തോന്നുക. ആ പെങ്കൊച്ചിന്റെ പുറകെ നടക്കാൻ ഒരു ഉളുപ്പവും ഇല്ലല്ലോ. അവൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് അവന്റെ പ്രായത്തിന്റെയാ, അതോർത്ത് അവനോട് ക്ഷമിക്കണ്ടേ? ഓഹോ, അപ്പം അമ്മയും അവനോട് കൂട്ട് നിൽക്കുകയാണല്ലേ? എങ്ങനെ തോന്നുന്നു? അമ്മ ഒരു സ്ത്രീയല്ലേ? ഒരു വീട്ടിലൊരു വേലക്കാരി വന്നു, ആ വേലക്കാരിയോട് പെരുമാറേണ്ട രീതി എന്താണെന്ന് ഒന്നും അറിയില്ലാതെ അമ്മയുടെ മകന് എന്നിട്ട് ആ മകനെ സപ്പോർട്ട് ചെയ്യാൻ നാണമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും. അതെ, ആ പെങ്കൊച്ചൊരു പാവ. ആ പെങ്കൊച്ച് വന്നതിൽ പിന്നെ മുത്തശ്ശിക്ക് കുറച്ച് സമാധാനവും ആശ്വാസവും ആരോഗ്യത്തിനൊക്കെ മെച്ചം വന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു ഈ വീട്ടിലേതേലും മൂലയില് മലമൂത്ര വിസർജനവുമായിട്ട് അളിഞ്ഞു നാറി കിടക്കണത്. അതിനായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ദേ മനു, എന്നെ കൊണ്ട് നീ കൂടുതൽ പറയിപ്പിക്കരുത്. നീ എന്തിനാ ആ പെണ്ണിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അവളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നല്ലത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ നല്ലതൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ പിന്നെ നീ അവളെ കെട്ടടാ. ഞാൻ കെട്ടും. അല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാം. ദേ അവളെ എങ്ങാനും കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാല് ഓഹോ, അപ്പൊ അമ്മയല്ലേ പറഞ്ഞ കെട്ടിക്കോളാന്. ദേ നീ കൂടുതൽ ഇവിടെ കിടന്ന് ഉരുണ്ടു മറിയരുതേ. മര്യാദയ്ക്ക് നിന്നോ, ഹരിയെ മര്യാദയ്ക്ക് വിളിച്ചോണ്ട് വന്നോ. പിന്നെ അവനെ വിളിച്ചോണ്ട് വരലല്ലേ എന്റെ ജോലി. കൊടും പാപവും ചെയ്തിട്ട് അവനെ പോയി വല്ല ഗംഗാനദിയിൽ പോയി മുങ്ങിയിട്ട് വരട്ടെ, എന്നാലും അവന്റെ പാവം തീരത്തില്ല. ഇപ്പൊ അവന്റെ പുറകെ ഞാൻ പോകാൻ പോകുന്നു, എന്റെ പട്ടി പോകും എന്ന് പറയുകയാണ്. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയന്തി വീട്ടിലേക്ക് വരികയാണ്. അപ്പം അവിടെ ബബിതയുണ്ട്. ബബിത ഫോണിപ്പണിയാട്ടോ, ഏത് നേരവും ഫോണിപ്പണി. അപ്പൊ ഫോണിൽ പടുതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വൈജയന്തി വന്ന ഉടനെ തന്നെ, അല്ല നിന്റെ ഒക്കെ തന്ത ഇവിടെ ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് ഇവിടെ ഉണ്ടല്ലോ. എപ്പോ വന്നു? എന്തെടുക്കോ ഇവിടെ? അല്ല മറ്റവള് പോയില്ലേ?
അവള് പോയില്ലല്ലോ അവളിവിടെ ഉണ്ട്. ഓഹോ, അപ്പം മനഃപൂർവ്വം അല്ലേ, പറഞ്ഞു വിടാതിരിക്കുകയാണല്ലേ അവളെ, നോക്കിക്കോ ഇന്ന് ഞാൻ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പൊ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അലീന അവിടെ കിച്ചണിൽ നിൽപ്പുണ്ട്. അലീനയെ തുറപ്പിച്ച് നോക്കിയിട്ടാണ് നേരെ പോകുന്നത് നമ്മുടെ വൈജ ബാലേന്ദ്രനെ കാണാനായിട്ട്. ബാലേന്ദ്രനോട് രണ്ട് നല്ല വർത്താനം പറയണമല്ലോ, എങ്കിലേ ഒരു സമാധാനമുള്ളൂ പുള്ളിക്കാരിക്ക്. നമ്മുടെ അലീനയെ പറഞ്ഞു വിടുന്നൊക്കെയാണ് ഓർത്തത്, പക്ഷെ പറഞ്ഞു വിട്ടില്ല. അറിയാം വൈജയന്തിക്ക് പറഞ്ഞു വിടില്ലെന്ന്, കാരണം തെറ്റൊന്നുമില്ലല്ലോ. ഈ ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ കമലയും വൈജയും സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ മനുവിന്റെ കല്യാണമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കമലയുടെ റിലേറ്റീവ്സ് ആരാണ്ടാണ് ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവരുടെ ഒരു പെങ്കൊച്ചിനെയാണ് ഇങ്ങനെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അങ്ങനെ എങ്ങാണ്ടാണ് പറയുന്നത്. അപ്പം കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് മനുവിന്റെ. ഉറപ്പീരായിട്ട് നടന്നിട്ടില്ല, ഇത് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവർ കൂട്ടുകാരൊക്കെ തന്നെയാണ്. അപ്പൊ അവരുടെ കല്യാണം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏതായാലും അത് ഇടയ്ക്ക് നമ്മുടെ കമല പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ വഴിതെറ്റി പോകത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വേണ്ടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താൻ കേട്ടോ. അപ്പൊ ഇനിയിപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ നമ്മുടെ അലീനയുടെ നാളത്തെ, അതായത് നാളത്തെ പ്രമോ വിശേഷമാണ്. അത് നമ്മൾ വൈകിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷം പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.